ഹലോ, ഇന്നെൻ്റെ ഫസ്റ്റ് വെക്കേഷൻ ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസമാണ്. എഴുന്നേറ്റ ഉടനെ കിച്ചണിലേക്ക് ഓടിയത്. തോരന് വേണ്ടി എടുത്തു വെച്ചിരുന്ന പയർ മുളച്ചോ നോക്കി. ഒരുവിധം മുള വന്നിട്ടുണ്ട്. ലഞ്ച് ഞങ്ങൾക്ക് 3 ആൾക്കും കൊണ്ടുപോകണം. ഇന്നലെ വെച്ച ചോറ് ഒരുപാട് ബാക്കിയുണ്ടായിരുന്നു. ഞങ്ങൾ 3 ആളല്ലേ ഉള്ളൂ. എങ്ങനെ വെച്ചാലും ചോറ് ബാക്കി വരും. ജസ്റ്റ് അതൊന്ന് ആവി കയറ്റി എടുത്താൽ ലഞ്ചിനുള്ള ചോറും റെഡി. ചോറ് ബാക്കി വന്നാൽ ഞാൻ എപ്പോഴും ഈ മെത്തേഡാണ് ചെയ്യാറ്. കുക്കറിൽ വയ്ക്കുക, ചോറൊന്ന് ആവി കയറ്റി എടുക്കുക. ഒട്ടും തന്നെ വെള്ളം കെട്ടാതെ നമുക്കിത് കിട്ടും. മമ്മി പറഞ്ഞു തന്ന ഐഡിയ. പിന്നൊരു കാര്യം, മുകളിൽ ആ വെയിറ്റ് റിമൂവ് ചെയ്തിട്ട് വേണം വെക്കാനായിട്ട്. അതിലൂടെ ആവി വരുന്നത് കണ്ടാൽ പിന്നെ ഓഫ് ചെയ്യാം. ഒട്ടും വെള്ളം കെട്ടാത്ത ചോറ് കിട്ടും. ശരിക്കും ഇന്നൊരു ബിസി ഡേ ആയിരുന്നു. രാവിലെ ഞാൻ കുറച്ച് ഹറിബറി ആയിരുന്നു. കാരണം ഇത്രയും ദിവസം ഹോളിഡേയ്സ് വീട്ടിലിരുന്ന് നമ്മൾ വേറെ റിലാക്സ് ആയിട്ടില്ല എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നേ. ഇന്നിപ്പോൾ ജോലിക്ക് പോകാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പ് പോലെ തന്നെ സ്ഥിരം ആ ഒരു ജൂൺ ടു മാർച്ച് എങ്ങനെയായിരുന്നു ഇതുവരെ പോയിരുന്നത്, ആ ഒരു ഫ്ലോയിലേക്ക് എത്താൻ ചെറിയൊരു ടൈം എടുത്തു എനിക്ക്. ഞാൻ എപ്പോൾ കിച്ചണിൽ കയറിയാലും ഞാൻ മമ്മീനെ ഓർക്കും. കാരണം ഞാൻ അവിടെയായിരുന്നപ്പോൾ ജോലിക്ക് പോകുന്ന ടൈമിൽ ഒന്നും അറിയേണ്ട ആവശ്യമില്ല. ഫുഡെല്ലാം റെഡിയാക്കി ബാഗിലെടുത്ത് വെക്കും. ഞാൻ പോകാനായിട്ട് റെഡിയായി സാരിയൊക്കെ എടുക്കുന്ന ടൈമിൽ മമ്മി ചോറ് വാരി തരുമായിരുന്നു. അങ്ങനെ നടന്നിട്ട് ഇപ്പോൾ എല്ലാം ചെയ്തിട്ട് പോകുമ്പോൾ എപ്പോഴും ഞാൻ മമ്മീനെ ഓർക്കും. കുക്കിംഗ് എനിക്ക് വളരെ ഇഷ്ടമാണ്. ഞാൻ എൻജോയ് ചെയ്ത് തന്നെ എല്ലാം ചെയ്യാറുള്ളൂ. ഒരുപാട് ഡിഷസ് ഉണ്ടാക്കുകയല്ല ചെയ്യുന്നത്, വളരെ എൻജോയ് ചെയ്തും ടേസ്റ്റി ആയിട്ടും ചെയ്യാൻ നോക്കും. ഞാനങ്ങനെ മുളപ്പിച്ച പയർ വെച്ച് ഹെൽത്തി ആയിട്ടും ടേസ്റ്റി ആയിട്ടൊരു തോരൻ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുത്തു. ശേഷം ഞങ്ങൾക്കുള്ള ലഞ്ച് ബോക്സ് റെഡിയാക്കി. 2 ബോക്സേ കൊണ്ടുപോകുന്നുള്ളൂ. 3 ആളുണ്ടെങ്കിലും 2 ആളുടെ ചോറ് പോലും ബാക്കി വരും. മക്കൾ എഴുന്നേൽക്കുമ്പോഴേക്കും ചൂടോടെ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണം. അവർക്കാണെങ്കിൽ നൂലപ്പവും തേങ്ങാപ്പാലും വളരെ ഇഷ്ടമാണ്. നൂലപ്പം ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ തേങ്ങാപ്പാലുണ്ടോ മമ്മിയെന്ന് ചോദിക്കാം. മുട്ടക്കറി ഒന്നും അങ്ങനെ അത്രയ്ക്ക് ഇഷ്ടമല്ല. മുട്ടയ്ക്ക് ഞാൻ നിർബന്ധിച്ച് കഴിപ്പിക്കണം. ഇതാകുമ്പോൾ അവർ സന്തോഷത്തോടെ കഴിച്ചേക്കും. തേങ്ങാപ്പാൽ നല്ല കട്ടിക്ക് പിഴിഞ്ഞ് അതിൽ ഏലക്ക ചതച്ചിട്ട് കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. പിന്നെ അവരെ കഴിച്ചോളും. എന്ത് കൊടുത്താലും ഞാൻ നിർബന്ധിച്ച് കഴിപ്പിക്കണം. പിന്നെ പെട്ടെന്ന് തയ്യാറായി ഞങ്ങൾ സ്കൂളിലേക്ക് ചെന്നു. ഇതാണ് ഞങ്ങളുടെ സ്കൂൾ. ഞങ്ങൾ 3 ആൾ ഇവിടെ തന്നെയാണ്. അവന്മാരിവിടെ പഠിക്കുന്നു, ഞാനിവിടെ പഠിപ്പിക്കുന്നു. ഇന്നിവിടെ ഒരു ശില്പശാലയായിരുന്നു. അമ്പലപ്പുഴ BRCയിൽ നിന്ന് കുറച്ച് ടീച്ചേഴ്സ്, കുറച്ചധികം ടീച്ചേഴ്സ്, ഒരു 9ഓളം ടീച്ചേഴ്സ് ഇവിടെ വന്നിരുന്നു. എക്സസൈസ്, സൂംബ, പാട്ട്, ഡാൻസ്, സ്പോർട്സ്, പിന്നെ വേസ്റ്റ് മെറ്റീരിയൽ പ്രൊഡക്ട്സ്, പേപ്പർ ക്രാഫ്റ്റ്, അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു ബൾക്ക് ആക്ടിവിറ്റീസ്. ഒരു ദിവസം പോരെ ശരിക്കും അതൊക്കെ ചെയ്യാനായിട്ട്. എല്ലാ സ്റ്റുഡൻസും നല്ല ആക്റ്റീവായി പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ആരും തന്നെ മാറിയിരുന്നില്ല. അവരുടെ ആ ക്യൂരിയോസിറ്റി എനിക്ക് അവരുടെ കണ്ണുകളിൽ കാണാൻ പറ്റി. പേപ്പർ ക്രാഫ്റ്റ് പിന്നെ ഒരു രക്ഷയില്ല. അലുമന്തി കണ്ട് നിന്നിട്ടൊക്കെയാണ് ചെയ്യുന്നത്. ചെറിയ സമയം കൊണ്ട് പെട്ടെന്ന് തന്നെ അവർ തയ്യാറാക്കിയെടുത്തു. ലല്ലുമിനെ കണ്ടോ ഫ്രണ്ടിൽ പോയി നിൽക്കുന്നു. വെക്കേഷൻ അടിച്ചു പൊളിക്കാൻ കിട്ടിയ ഒരു അവസരമായിട്ടാണ് കുട്ടികൾ അതെടുത്തിരിക്കുന്നത്. എല്ലാവരും നല്ല ഹാപ്പി ആയിരുന്നു. വൈകുന്നേരം വീട്ടിൽ വന്നപ്പോൾ ചൂടൊന്ന് കുറയ്ക്കാനായിട്ട് വാട്ടർ മെലൺ കൊണ്ടൊരു മിൽക്ക് ജ്യൂസ് ഉണ്ടാക്കി കൊടുത്തു. ലല്ലു ആയിരുന്നു എൻ്റെ ഹെൽപ്പർ. അവനെനിക്കതൊക്കെ ഉടച്ചു തന്നു. നല്ലൊരു പിങ്കിഷ് കളറായിരുന്നു. നല്ല ടേസ്റ്റിയുമായിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ സാധിച്ചു. നല്ല മധുരമുള്ള വാട്ടർ മെലൺ ആയതുകൊണ്ട് കുറച്ച് മാത്രം ഷുഗർ ഞാൻ യൂസ് ചെയ്തുള്ളൂ. ജ്യൂസൊക്കെ കുടിച്ച് അവന്മാരെ അവിടെ അടക്കിയിരുത്തിയിട്ട് ഞാൻ പിന്നെ എൻ്റെ ബാക്കി പണിക്ക് പോയി. സാധാരണ ഞാൻ വർക്ക് കൊടുത്ത് പോയി തിരിച്ചു വരുമ്പോഴേക്കും അവർ വേറെ വഴിക്ക് പോയി കാണും. പക്ഷെ ഇന്ന് അവരവിടെ ഇരുന്ന് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അമ്മ കൊടുത്തുവിട്ട കുറച്ച് ചക്ക ഇരിപ്പുണ്ടായിരുന്നു. ചക്ക കണ്ട പിന്നെ ഇവിടെ ബഹളമാണ്. ചക്ക വറുത്തത് ഉണ്ടാക്കി തരാൻ പറഞ്ഞു. എനിക്കും ഇഷ്ടമാണ്. ഞാനും അങ്ങനെ ചെയ്തു. സമയമൊന്നും നോക്കിയില്ല. ഒരുപാട് ഇരുട്ടാവാൻ തുടങ്ങിയിരുന്നു. പ്രയറൊക്കെ കഴിഞ്ഞ ടൈമിൽ ഞാനിത് ചെയ്തു. അത് പൊളിച്ച് വറുത്ത് വന്നപ്പോഴേക്കും ഒരുവിധം ഇരുട്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ചോറിൻ്റെ കൂടെ അവന്മാരത് കഴിച്ചത്. ഞാനിത് പൊളിക്കാനൊന്നും എക്സ്പേർട്ട് അല്ലല്ലോ. ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.